ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. മനസ്സിലായി? അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ബോട്ടം വന്നിരിക്കുന്നത് ചൂസ് വൈസിലി എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് നോക്കിയിട്ട് നമുക്ക് വേറെ കാർഡ്സ് എടുക്കാം. ഫസ്റ്റിൽ നിങ്ങൾക്ക് സാക്രിഫൈസ് ആണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് വെയിറ്റിംഗ് ഗെയിമാണ് വന്നത്. സോളാർ പ്ലക്സസ് ചക്ര വന്നിരിക്കുന്നു. നമുക്ക് ഡിസപ്ഷൻ ആൻഡ് എൻവി എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റിൽ നമുക്ക് വന്നിരിക്കുന്നത് സാക്രിഫൈസ് ആണ്. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് പറയാം, നിങ്ങൾ ഇതുവരെയും പല കാര്യങ്ങളും ഒരുപാട് കാര്യത്തിന് വേണ്ടി നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തപസ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം. തപസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതുപോലെ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി. മനസ്സിലായി? അത് ആർക്ക് വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് വേണ്ടി. നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ആയിരിക്കില്ല ഇത് പലപ്പോഴും നിങ്ങൾ ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ത്യാഗം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് മുന്നോട്ട് വരാവുന്നതാണ്. അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നിങ്ങളുടേതായ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രയാസമോ സഹിച്ചിട്ട് അല്ലെങ്കിൽ എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ മാത്രമേ നിങ്ങൾക്ക് വിജയം ലഭിക്കുകയുള്ളൂ. അല്ലാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും ഇങ്ങനെയൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ അവരുടെ സ്നേഹം എനിക്ക് ലഭിക്കും ഇങ്ങനെയൊക്കെ വിചാരിച്ച് ത്യാഗം ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ, പ്രയാസങ്ങൾ അനുഭവിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പലതും സഹിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ പലതും സഹിക്കുന്നു, പലതും ത്യജിക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇനി അത് വേണ്ട. നിങ്ങൾ നിങ്ങളുടേതായ കാര്യത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രകാശത്തിലേക്ക്, പുതിയ ഒരു ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ പ്രകാശം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക്, വളരെയധികം സന്തോഷത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമ്പർ 3 ആണ്. അതുപോലെ തന്നെ റെയിൻബോ കണ്ടില്ലേ? നിങ്ങളുടെ ചക്രാസിന്റെ ആക്ടിവേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ആരോഗ്യം ലഭിക്കും. നിങ്ങൾ മറ്റ് പല കാര്യങ്ങളെയും നിങ്ങൾ വിട്ടുകളഞ്ഞ് നിങ്ങളുടേതായ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അങ്ങനെ വേണം ഇനിയും നിങ്ങൾ മുന്നോട്ട് വരാൻ എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. മനസ്സിലായി? ഇനിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ കാര്യം നോക്കണം, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം
മറ്റുള്ളവരെ നോക്കിയാൽ മതി. അതാണ് ഇനിയിപ്പോൾ അച്ഛൻ അമ്മമാർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് കുറ്റമാണെന്നല്ല, അല്ലെങ്കിൽ ദോഷമാണെന്നല്ല പറഞ്ഞു, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ത്യാഗം സഹിക്കുന്നത് അതൊന്നും ദോഷമല്ല. പക്ഷെ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയാറില്ലേ, അതൊരു സത്യമാണ്, അതൊരു പരമാർത്ഥമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആരെയെങ്കിലും അങ്ങ് തീവ്രമായിട്ട് അങ്ങ് അറ്റാച്ച് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ദുഃഖമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ അതുപോലെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടേതായ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുക. മനസ്സിലായി? അവരെ ഡിപ്പെൻഡ് ആരെയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോവരുത്. അങ്ങനെ പോകാതെ അവരുടെ സന്തോഷത്തെ ഇല്ലാതെയാക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അവരുടെ സന്തോഷവും കിട്ടണം എന്നുള്ള വിചാരത്തോടു കൂടി മാത്രം നിങ്ങൾ സ്നേഹമായിട്ടിരുന്നാൽ മതിയാവും. അല്ലാതെ ഇനിയും നിങ്ങൾ നിങ്ങളുടേതായ കാര്യത്തിലേക്ക് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടേതായ കാര്യത്തിൽ എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ ഏത് കാര്യത്തിലേക്ക് മുന്നോട്ട് വരുന്നുണ്ടോ നിങ്ങൾക്ക് അവിടെ ദൈവാനുഗ്രഹം ലഭിക്കും. ഇവിടെ ജൂപ്പിറ്ററിന്റെ നമ്പറാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് വെയിറ്റിംഗ് ഗെയിമാണ്. വെയിറ്റിംഗ് ഗെയിം എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിവിടെ ഏതെങ്കിലും കാര്യം ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ടാവണം. നിങ്ങളൊരു വെയിറ്റിങ്ങിലായിരിക്കണം. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ തുടങ്ങി വെച്ചിട്ട് അതുമല്ല എങ്കിൽ മറ്റു ചില കാര്യങ്ങളിലേക്ക് നിങ്ങളിവിടെ ശ്രമിച്ചിട്ടുണ്ടാവാം, അതിലേക്ക് കടക്കണം. അല്ലെങ്കിൽ തുടങ്ങി വെച്ചിട്ട് അതിന്റെ ബെനിഫിറ്റിന് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടാവാം. മനസ്സിലായി? അതിന്റെ പ്രോഫിറ്റിന് വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഒരു ചെടി അങ്ങോട്ട് നട്ടു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ കായ്ഫലങ്ങൾ ഒന്നും എടുക്കാൻ പറ്റില്ല. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാതെ ഒന്നും നടക്കില്ല. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. ഏതൊരു കാര്യത്തിനും നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിനനുസൃതമായ ഫലം ലഭിക്കുകയുള്ളൂ എന്നാണ്. അതിനനുസരിച്ചുള്ള ഫലം കിട്ടും. നിങ്ങൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചും ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച്, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ലഭിക്കും. പക്ഷെ ഉടനെ ലഭിക്കില്ല. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ക്ഷമയോടുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്തായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ഇത് നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. കണ്ടല്ലേ, ഇവിടെ നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ദൈവാനുഗ്രഹത്തിൻ്റെതാണ്. ഇത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും കാർഡാണ് സോളാർ പ്ലക്സസ് ചക്ര എന്ന് പറയുന്നത്. അതായത് 7 ചക്രാസിൽ 3ാമതായി വരുന്നതാണ്. ഫസ്റ്റിലെ ഏതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, റൂട്ട് ചക്ര. റൂട്ട് ചക്ര കഴിഞ്ഞ് സേക്രൽ ചക്ര, അത് കഴിഞ്ഞിട്ട് വരുന്നത് സോളാർ പ്ലക്സസ് ചക്രയാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലഭിക്കുന്ന ഒരു എനർജിയാണ്. കോൺഫിഡൻസ് മാത്രമല്ല, ആ ഒരു കോൺഫിഡൻസിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു പ്രയത്നത്തിലൂടെ മുന്നോട്ട് വരുന്നു. ഇവിടെ നമ്പർ 3. ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടും. ഇവിടെ നിങ്ങളിലേക്ക് ഈ ഒരു ഐശ്വര്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ സോളാർ പ്ലക്സസ് ചക്ര ആക്റ്റീവ് ആക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ സോളാർ മണിപൂരക ചക്ര എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു മണിപൂരക ചക്ര മഞ്ഞ കളറിലുള്ളത്, അങ്ങനെ ആ ഒരു ചക്രയെ മനസ്സിലേക്ക് കണ്ടിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. വ്യാഴം എന്ന് പറയുന്നത്, അതായത് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു അനുഗ്രഹം വരുന്നുണ്ട്. അത് കൂടുതലായിട്ട് തന്നെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ മെഡിറ്റേഷൻ കൂടി ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഐശ്വര്യം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുമ്പോൾ കണ്ടില്ലേ, ഒരുപാട് പേരുടെ അസൂയ നിറഞ്ഞ ദൃഷ്ടികൾ നിങ്ങളിലേക്ക് വരും. മുഖംമൂടിയാണ് ഇവിടെ. ഈ മുഖംമൂടി മാറ്റി വെച്ചിട്ടൊന്ന് നോക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ളവർ നന്നാവുന്നത് ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായോ? മറ്റുള്ളവരോട് ചിരിക്കുന്നതും ഒക്കെ എങ്ങനെയാണ്? മുഖംമൂടി വെച്ചിട്ടാണ്. കാരണം ഉള്ളിലുള്ളത് പുറത്ത് കാണരുതല്ലോ. അങ്ങനെയാണ്. ഉള്ളിലുള്ളത് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയല്ലേ മുഖംമൂടി വെക്കുന്നത്. അപ്പൊ ഉള്ളിലുള്ളത് എന്താണ്? അസൂയ നിറഞ്ഞ, അല്ലെങ്കിൽ പക, വിദ്വേഷം, ശത്രുത നിറഞ്ഞ ഒരു മനോഭാവം അല്ലെ? ആ ഒരു എനർജിയാണ് ഉള്ളിലുള്ളത്. ഇത് കാണാതിരിക്കാൻ വേണ്ടിയാണ്. മുഖം മനസ്സിന്റെ കണ്ണാടിയല്ലേ. എപ്പോഴും നമ്മൾ മറ്റൊരാളിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. സ്പിരിച്വലായിട്ട് അവേക്കണിങ്ങിലൂടെ വന്നിട്ടുള്ള വ്യക്തികളുടെ മുഖം എപ്പോഴും നല്ല തേജസ്സോടുകൂടി ഉണ്ടാവും. എപ്പോഴും നല്ല പ്രസന്നതയാണ്. മനസ്സിലായി? അവർക്ക് എപ്പോഴും എന്താണ്? സന്തോഷിച്ചിരിക്കാൻ സാധിക്കും. മറ്റ് ചിന്തകളെ കുറിച്ച് അവർക്ക് ഒന്നും ബോധേഡല്ല.
അതുകൊണ്ട് തന്നെയാണ് അവരുടെ മുഖത്ത് അത്രമാത്രം നല്ല തേജസ് വരുന്നത്. ഇവിടെ അങ്ങനെയല്ല. മറ്റുള്ളവരുടെ ഐശ്വര്യം കണ്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ സമൃദ്ധി കണ്ടിട്ട്, അവരുടെ വളർച്ച കണ്ടിട്ട് ഇവിടെ എന്താണ്? അസൂയയാണ് മനസ്സ് നിറയെ. അതിനായിട്ട് അത് കാണാതിരിക്കാനാണ് ഇവിടെ എന്താണ് മുഖം മൂടി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ദൃഷ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് ആരോ ദൃഷ്ടി പായിക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നത്തെ ദിവസം അങ്ങനെയും സംഭവിക്കാവല്ല. ആരുടെയെങ്കിലും അസൂയ നിറഞ്ഞ ദൃഷ്ടികൾ നിങ്ങളിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഐശ്വര്യത്തിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരോടും പറയാൻ പാടില്ല. മനസ്സിലായി? നിങ്ങളുടെ കൂടെ നടക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നിങ്ങളുടെ വിചാരം അവരെല്ലാം വളരെയധികം സത്യസന്ധരാണെങ്കിൽ, അല്ലെങ്കിൽ വളരെയധികം സിൻസിയർ ആണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല. അവിടെയും എന്തെങ്കിലുമൊക്കെ അവരുടെ നോട്ടത്തിലും വാക്കിലും ഒക്കെ ചതി ഒളിഞ്ഞിരിപ്പുണ്ടാവും. നെഗറ്റീവ് എനർജി അവരുടെ ഉള്ളിൽ ഉണ്ടാവും. നിങ്ങളുടെ ഐശ്വര്യം കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും. ഇവിടെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിവിടെ ഒന്ന് സൂക്ഷിക്കണം. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവയർനെസ് വരും. നമ്പർ 1 ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു അവയർനെസ് എന്ന് പറഞ്ഞാൽ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ആണ്. അപ്പൊ ഇവിടെ ഈ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഐശ്വര്യം വരുന്നത് കൊണ്ടാണ്. ഐശ്വര്യം നിങ്ങളിലേക്ക് വരുമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. മനസ്സിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ക്ഷമയുള്ളവരായി മാറണം കേട്ടോ. എല്ലാവരും റീഡിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞ് നാളെ ഉള്ളെന്ന് പറഞ്ഞു ഇപ്പം ഉടനെ വേണം എന്ന് പലരും പറയും. ഞാൻ പറയും, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ഏതൊരു കാര്യത്തിനും ക്ഷമ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ധൃതി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒത്തിരി കോപം, ദേഷ്യപ്പെട്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അവിടെ അങ്ങ് ഒരു പോസിറ്റീവ് എനർജി അല്ല. അവിടെയൊക്കെ ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ തന്നെ അത് കേൾക്കുന്നവർക്കും ഒക്കെ എന്താണ്, എനർജി ഡൗൺ ആവും. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ദേഷ്യം നിയന്ത്രിക്കണം. മനസ്സിലായി? അതുപോലെ പോസിറ്റീവ് എനർജിയിൽ ഇരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലായ്പ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങളിലേക്ക് അവയർനെസ് വരുന്നുണ്ട്. ഒരു ബോധോദയം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. പല കാര്യങ്ങളിലും ഇവിടെ ക്രൗൺ ചക്ര എന്ന് പറയുന്ന കണ്ടില്ല, ഇവിടെ ആക്ടിവേഷൻ വരുന്നുണ്ട്. മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രൗൺ ചക്രയ്ക്ക് ആക്ടിവേഷൻ വരും. ഇങ്ങനെ ഒരു ആക്ടിവേഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രപഞ്ച സത്യമാണ് അറിയാൻ കഴിയുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ എങ്കിൽ പോലും എന്തൊക്കെയോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്നെങ്കിലും ഒന്ന് ചിന്തിക്കാൻ കഴിയും. അപ്പോഴങ്ങനെ ചിന്തിച്ച് വരുമ്പോഴാണ് അബണ്ടൻസിലാണ് നമ്മളെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂണിവേഴ്സ് എപ്പോഴും എന്താണ്? അബണ്ടൻസിലാണ്. അനന്ത കോടികളുടെ അബണ്ടൻസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം നമുക്ക് കിട്ടാനുള്ളതാണ്, നമുക്ക് തരാനുള്ളതാണ്. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആ എനർജി അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ അത് നമുക്ക് കിട്ടാനുള്ള സമയത്താണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലാതെ വെറുതെ ആർക്കും വാരി വിതറി കൊടുക്കില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. പോസിറ്റീവായിട്ടുള്ള വിധത്തിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇവിടെ 8 ആണ് നമ്പർ വന്നിരിക്കുന്നത്. കണ്ടില്ല? ഈ ഒരു 8 എന്ന് പറയുന്നത് എന്താണ്? ശനീശ്വരന്റെ നമ്പറാണ്. അപ്പൊ ഇവിടെ ഇൻഫിനിറ്റി സിമ്പലാണ്. 8 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി സിമ്പൽ അല്ലേ? നിങ്ങളിപ്പോൾ 88 കാണുന്നുണ്ടാവാം, അതുപോലെ 33 കാണുന്നുണ്ടാവാം, 11 കാണുന്നുണ്ടാവാം. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലുള്ള എനർജിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നിങ്ങളുടെ വഴി ഏതാണോ നിങ്ങൾക്ക് ആ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടേതായ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുക. അതുപോലെ തന്നെ ക്ഷമയോടുകൂടി, അതുപോലെ ചെറിയ പുഞ്ചിരിയോടുകൂടി സംസാരിക്കുക. സമാധാനപരമായിട്ട്, സന്തോഷപരമായിട്ട് ഒക്കെയും സംസാരിച്ച് അനാവശ്യകരമായ ബന്ധങ്ങളെ ഒഴിവാക്കി, അനാവശ്യകരമായ കൂട്ടുകെട്ടുകളെ ഒഴിവാക്കി, മനസ്സിൽ നിന്ന് ശത്രുതയെ കളഞ്ഞ് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വഴി മുന്നോട്ട് പോകാം, ഐശ്വര്യത്തിലേക്ക് പോകാം എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അബണ്ടൻസിലേക്കും എത്തിച്ചേരാൻ സാധിക്കും. ഐ ആം അബണ്ടന്റ്, ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്, ഇതൊക്കെയാണ് നിങ്ങളിന്ന് പറയേണ്ടത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ? സന്തോഷിക്കാനുള്ള 3 ആണ് വന്നിരിക്കുന്നത്. നമ്പർ 3 കണ്ടില്ലേ? നമ്പർ 3 ഫസ്റ്റിലെ കാർഡ് വന്നേക്കുന്നത് നമ്പർ 3 സാക്രിഫൈസ്. ഇവിടെ സോളാർ പ്ലക്സസ് ചക്ര 3 ആണ് നമ്പർ. ഇവിടെയോ
റിജോയ്സ് ഇൻ സെലിബ്രേഷൻ നമ്പർ 3 ആണ്. അപ്പോൾ 333 ആണ്. നിങ്ങൾ അവിടെ ആരെങ്കിലും 333 കാണുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സഹായമാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കും. നല്ല ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ്, ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ സന്തോഷത്തിലേക്ക് നീങ്ങാനുള്ള എനർജിയാണിത്. എന്തിനൊക്കെയോ നിങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിവിടെ ഒന്നിച്ചു ചേർന്ന് ചിലപ്പോൾ കാണാതിരുന്ന് കണ്ടുമുട്ടുന്ന കൂട്ടുകാരുണ്ടാവാം, അവരുമായിട്ട് ഒന്നിച്ചു ചേർന്നിട്ട് സന്തോഷിക്കുന്ന എനർജി. അതുമല്ല എങ്കിൽ ചിലപ്പോൾ ആരുടെയെങ്കിലും വിവാഹം നടക്കുന്നതോ പുതിയ ജോലി ലഭിക്കുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുന്നതോ പുതിയ വീട് വാങ്ങിക്കുന്നതോ വാഹനം വാങ്ങിക്കുന്നതോ എന്തിൻ്റെയൊക്കെയോ എനർജി ഇവിടെ ഉണ്ട്. ചിലപ്പോൾ കുട്ടികളുടെ ജനനമാകാം, കുട്ടികളുടെ പേരിടലാവാം, എന്തിൻ്റെയൊക്കെ എനർജി ഇവിടെ ഉണ്ട്. സന്തോഷത്തിൻ്റെതായ എനർജി ഇവിടെയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകാം, എവിടെയെങ്കിലും ദൂരസ്ഥലത്തുള്ള ചില ക്ഷേത്രങ്ങളിലാവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരിടത്തിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് സന്തോഷത്തിൽ തങ്ങി നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ ബോട്ടം വന്നിരിക്കുന്നത് വേസ്റ്റ് ചക്രയാണ്, നമ്പർ 1 ആണ്. ഇവിടെ എമോഷണൽ വിത്ഡ്രോവൽ 8 ആണ് നമ്പർ. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെയും നമുക്ക് 11 വന്നിട്ടുണ്ട്, 11 വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്താണ് പറയുന്നത്, ഇവിടെ ബേസ് ചക്രയുടെ ആക്ടിവേഷൻ ആണ് നമ്പർ 1. അപ്പോൾ നിങ്ങൾക്ക് ബേസ് ചക്ര ആക്റ്റീവ് ആക്കുന്നത് വളരെ നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ 7 ചക്രാസിൽ ഫസ്റ്റ് വരുന്നതല്ലേ ബേസ് ചക്ര, റൂട്ട് ചക്ര. റൂട്ട് ചക്രയുടെ റെഡിഷ് കളറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചക്രയെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സാമ്പത്തികപരമായ ബ്ലോക്കുകളൊക്കെ മാറിക്കിട്ടും. മനസ്സിലായി, കിട്ടാനുള്ള സാമ്പത്തികം ഒക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലുമൊക്കെ വഴിയെ പല വഴികളിലൂടെയും സാമ്പത്തികം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു അഫർമേഷനാണ്. പല വഴികളിലെയും അല്ലെങ്കിൽ പല വഴികളിലൂടെയും സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലായി, പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ്. അപ്പൊ ഈ കിടക്കുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വരും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഉത്സാഹത്തോടു കൂടി ഏതെങ്കിലും ജോലിയിലേക്ക് പോകാൻ സാധിക്കുന്നു. നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയെ നിങ്ങൾക്ക് ഇവിടെ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റുന്നു. അതുപോലെ നിങ്ങൾക്ക് ഉത്സാഹം നിലനിർത്താനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായിരുന്നു. പുതിയൊരു ലൈഫിലേക്ക് തന്നെ നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു. നമ്പർ 1 ആണ് വന്നിരിക്കുന്നത്. ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് ടാരോ കാർഡ്സ് എടുക്കാം. എന്തൊക്കെയാണ് ഇനി വരുന്നതെന്ന് നമുക്ക് നോക്കാം. 3 ഓഫ് കപ്സ് കണ്ടില്ലേ, റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ 3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെയും എന്താണ് 33 ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷത്തിനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ പലർക്കും, ഈ വീഡിയോ കാണുന്ന പലർക്കും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾ പവർഫുൾ ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ ശ്രമിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ ആയിക്കഴിഞ്ഞിരിക്കണം. പഴയതിനേക്കാളും നിങ്ങൾ കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത് കൈവരിച്ച് മെന്റലി സ്ട്രെങ്ത് കൈവരിക്കുക. മെന്റൽ സ്ട്രെങ്ത് ഇല്ല എങ്കിൽ ഒരു കാര്യവും നടക്കില്ല അല്ലേ? നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ എപ്പോഴും പറയുവാണ് അതാണ് ഞാൻ ഒത്തിരി സ്ട്രോങ് ആണ്, പവർഫുൾ ആണ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു വിശേഷവുമില്ല. മെന്റലി നിങ്ങൾ സ്ട്രോങ് ആവണം. എന്നാൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ കയ്യിൽ ഒതുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളെയൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ വെല്ലുവിളികളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അവയെ തട്ടിമാറ്റി മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എല്ലാത്തിനെയും തട്ടിമാറ്റി മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഇവിടെ നമ്പർ 8 ആണ് വന്നിരിക്കുന്നത്. കണ്ടല്ലേ, 8 നിങ്ങൾക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. ഇവിടെയും 8 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ മൂൺ കാർഡാണ് വന്നിരിക്കുന്നത് പലർക്കും. ഇവിടെ ഇപ്പോൾ ഫുൾ മൂണിന്റെ ഒക്കെ സമയമല്ലേ. അപ്പോൾ ഈ ഒരു മൂൺ കാർഡ് എന്ന് പറയുന്ന ഉടനെ എന്താണ്, ചേഞ്ചാണ് വരാൻ പോകുന്നത്. ഈ ഒരു ചേഞ്ചിന് മുൻപേ നിങ്ങൾ ഒരുപാട് പേടി അനുഭവിക്കും.
ചേഞ്ചിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്ക് സൊസൈറ്റി ഫിയർ ഉണ്ടാകുന്ന ഒരു സമയം, ആകാംക്ഷ, ഫിയർ ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മനസ്സിലായി? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ലവേഴ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ലവേഴ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ആരോ കൂടിച്ചേരാൻ വരുന്നുണ്ട്. നിങ്ങളിൽ നിന്നും ആരോ വിട്ടുപോയിട്ടുണ്ടാവാൻ. ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തി ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് വിട്ടുപോയിട്ടുണ്ടാവാം. അവർ വന്നു ചേരുമോ എന്നുള്ള പേടി ചിലപ്പോൾ ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. മനസ്സിലായി? അതാണ് ഇവിടെ ഒരു പേടി വന്നിരിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയ, അല്ലെങ്കിൽ അവർ മറ്റാരുടെയെങ്കിലും ഒപ്പം പോയ, അവർക്ക് മറ്റാരുടെയെങ്കിലും ചിന്ത വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള പേടിയാണ്. അല്ലെങ്കിൽ സൊസൈറ്റി ഫിയർ. ഇത് ആൾക്കാർ, മറ്റുള്ളവർ അറിഞ്ഞു കാണുമോ, അവരെന്താണ് വിചാരിക്കുന്നത്, നമ്മളെപ്പറ്റി ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും എന്നുള്ളത് കാണുന്നത്. ഒരു ചേഞ്ചിലൂടെ നിങ്ങൾ മുന്നോട്ട് വരും. നിങ്ങൾക്കൊരു സന്തോഷത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ജീവിതത്തിന് തന്നെ ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ. ഇന്നത്തെ ദിവസം എന്തെങ്കിലും സന്തോഷത്തിനുള്ള വക നോക്കാം. ഇനി എന്ത് സന്തോഷമാണ് നമുക്ക് നോക്കാം. വന്നിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ എനർജിയാണ് അല്ലേ? അഞ്ച് കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്യാറ്റാണ് എ ടു ഫേസ്ഡ് ഫ്രണ്ട്. കണ്ടില്ലേ, ക്യാറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ടു ഫേസ്ഡ് ഫ്രണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിസപ്ഷനായിട്ട് എണ്ണി വന്നപ്പോഴേ നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവർ, കൂടെ നടക്കുന്നവരെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ അല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മുഖം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, എപ്പോഴും നിങ്ങളോട് അങ്ങ് സിൻസിയർലോ ആവണമെന്നില്ല. അവർക്ക് ഈ ഒരു സമയം പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സമയം കഴിയുമ്പോഴെന്താവും, അവരുടെ ഉള്ളിൽ നിന്നും അസൂയ ഉണ്ടാവും. കാരണം ഇവൻ ഇത്രമാത്രം മുന്നോട്ട് വരുന്നുണ്ട്, ഇവൻ ഇത്ര ജീവിതത്തിൽ ഇത്ര പ്രോഗ്രസ് ഉണ്ടല്ലോ, ഇവർ ഐശ്വര്യത്തിലാണല്ലോ കഴിയുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെ അവരുടെ മുഖം ക്രമേണ കറുക്കാൻ തുടങ്ങും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കണം, വിചാരിക്കണം. ഇവിടെ സീക്രട്ട് അഡ്മയർ, നിങ്ങളെ ആരോ സീക്രട്ടായിട്ട്, രഹസ്യമായിട്ട് നിങ്ങളെ ആരോ പ്രണയിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കരിയറാണ്. ആർക്കൊക്കെയോ ജോലി ലഭിക്കാനുള്ള സാധ്യത. മനസ്സിലായിരുന്നു? ജോലി ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു ചെയർ അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾക്കൊരു ടേബിളുണ്ട് ഇവിടെ. അപ്പോൾ ആർക്കോ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അത് പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ. ജോലി അല്ലെങ്കിൽ കരിയറിലൊരു പ്രൊമോഷനും ആവാം. അപ്പോൾ തീർച്ചയായിട്ടും അത് നോക്കിയിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം സന്തോഷത്തിനുള്ള വകയാണ്. ടീർ ഡ്രോപ്സ് ആണ് ഗ്രേറ്റ് പേഴ്സണൽ സോറോ. എന്തെങ്കിലും കാര്യത്തിന് പേഴ്സണലായിട്ട് എന്തെങ്കിലും ദുഃഖം അനുഭവിക്കുന്ന ഒരു സമയം കൂടെ ആയിരിക്കണം ഇന്ന്. ചിലരൊക്കെ, എല്ലാവരുടെയും കാര്യമല്ല, ആരെങ്കിലും ഒക്കെ ഇന്ന് ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലൊന്ന് വിഷമിക്കേണ്ട അവസ്ഥ വരും. അത് ശ്രദ്ധിച്ചാൽ മതി. പ്ലഷർ വിത്ത് എ ക്ലോസ് ഫ്രണ്ട്. ഇവിടെ ഒരു അടുത്ത സുഹൃത്തുമായിട്ട് നമുക്കിന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിനുള്ള കാര്യം ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ വിഷമം കളയാം. അത് വളരെയധികം സൂക്ഷിക്കണം. നിങ്ങൾ എപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ വീട്ടുകാർ, നാട്ടുകാർ, ഇതൊക്കെ നമ്മളുടേതായ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിലുണ്ടല്ലോ, തീർച്ചയായിട്ടും നമുക്ക് ദുഃഖിക്കേണ്ടതായ യാതൊരവസ്ഥയും വരത്തില്ല. മനസ്സിലായി? നിങ്ങൾ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. റിയാലിറ്റിയിൽ ജീവിക്കണം, റിയൽ ലൈഫിൽ ജീവിക്കണം. ഇല്യൂഷനിലല്ല, മായാലോകത്തല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. എപ്പോഴും സ്വപ്നങ്ങളിലല്ല മുഴുകിയിരിക്കേണ്ടത്. മനസ്സിലായി? സ്വപ്നം കാണണം, അത് നടപ്പാക്കാനുള്ള സാഹചര്യം കൂടെ കൊണ്ടുവരണം. എനിക്കെന്താണ് വേണ്ടത്, ഞാൻ എന്താണ് ചെയ്തു തീർക്കേണ്ടത്, എൻ്റെ കടമ എന്താണ്, ഇതാണ് ചിന്തിക്കേണ്ടത്. വീട്ടിലുള്ള അച്ഛനമ്മമാരെയൊക്കെ സ്നേഹിക്കാതെ ഉണ്ട്, നാട്ടിലുള്ളവരെ ഒക്കെ സ്നേഹിച്ച് അവർക്കെല്ലാം വേണ്ടത് കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട്. അതൊക്കെ ചെയ്തിട്ട് എന്താ പ്രയോജനം? വീണ്ടും കർമ്മ അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ അവർക്ക് ചെയ്യുക, ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുക. മനസ്സിലായി? അങ്ങനെ അവർക്ക് വേണ്ടി ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ദൈവത്തോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. അപ്പോഴാണ് നമുക്ക് ദൈവികമായ അനുഗ്രഹങ്ങൾ കൂടുതലായിട്ട് വന്നു ചേരുന്നത്. ഇവിടെ വീലാണ് വന്നിരിക്കുന്നത്. ലവിങ് യുവർ ലൈഫ് ഇറ്റ് യു റാമ്പിൾ എയിംലെസ്ലി.
കണ്ടില്ല, ഇവിടെ നിങ്ങൾക്കൊരു ലക്ഷ്യബോധമില്ലാതെ ചിലപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഒരു ലക്ഷ്യബോധമില്ലാതെ, ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ, ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോകാൻ പാടില്ല. ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ആ ലക്ഷ്യം എനിക്ക് നേടിയെടുക്കണമെന്ന് മനസ്സിൽ ഉറച്ച തീരുമാനവും ഉണ്ടാവണം. അല്ലാതെ ഒരു തീരുമാനം എടുത്തിട്ട് നാളെ അത് മാറ്റി മറ്റൊന്ന് തീരുമാനമെടുത്തു, അങ്ങനെയല്ല. ഒരു തീരുമാനം എടുത്തോ, അതിൽ ഉറച്ചു നിൽക്കുക, അത് സാധിക്കണം. മനസ്സിലായോ? അപ്പോൾ ചെയ്യേണ്ടതായ കടമകളൊക്കെ ചെയ്ത് മുന്നോട്ട് വരിക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കരുത്. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ കാൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.